യാഹ്യ ഖാൻ എന്നീ സൈനിക നേതാക്കളുടെ സ്വേച്ഛാധിപത്യ ഭരണം കിഴക്കൻ പാകിസ്ഥാൻ ജനതയുടെ ജനാധിപത്യ അവകാശങ്ങളെയെല്ലാം പാടെ നിഷേധിച്ചു. ഭരണം ജനാധിപത്യവൽക്കരിക്കുന്നതിനു വേണ്ടി ജനങ്ങൾ നടത്തിയ സമാധാനപരമായ പ്രക്ഷോഭങ്ങൾക്കെതിരെ സൈനിക സ്വേച്ഛാധിപതികൾ ഇരുമ്പു മുഷ്ടിയാണ് പ്രയോഗിച്ചത്. ജനങ്ങളുടെ പ്രതിഷേധവും രോഷവും വർദ്ധിച്ചു. തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവാമി ലീഗ് എന്ന പാർട്ടി നിലവിൽ വന്നു. സ്വയം ഭരണത്തിനു വേണ്ടിയുള്ള ആ ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുജിബുർ റഹ്മാനാണ്. മുജിബുർ റഹ്മാനെ പാകിസ്ഥാൻ പട്ടാളക്കാർ പിടികൂടി പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്ക് കടത്തി. അതിനുശേഷം കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗ്ലാ ജനതയ്ക്ക് മേൽ അവർ ആക്രമണം അഴിച്ചുവിട്ടു. കണ്ണിൽ കണ്ട ജനങ്ങളെ വെടിവെച്ച് വീഴ്ത്തി, വീടുകൾ നശിപ്പിച്ചു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, വസ്തുവകകൾ കൊള്ളയടിച്ചു. പാകിസ്ഥാൻ സൈന്യം ഓപ്പറേഷൻ സെർച്ച്ലൈറ്റ് എന്ന പേരിൽ വലിയ തോതിൽ കൂട്ടക്കൊലയും അടിച്ചമർത്തലും അഴിച്ചുവിട്ടു. ശരിക്കും പറഞ്ഞാൽ 1947 ബ്രിട്ടീഷുകാർ തിരിച്ചുപോയതോടെ കോളനി ഭരണത്തിൽ നിന്നും പാകിസ്ഥാൻ മുക്തമായി.